അങ്ങയുടെ നാമോദിപ്പാണ് അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ തിരുമനസ്സും സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നന്മ നിറഞ്ഞറിയമേ സ്തുതി പാവങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായി. നന്മ സ്തുതി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായി. നന്മ സ്തുതി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായി. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. സങ്കീർത്തനങ്ങൾ 99 അധ്യായം 16 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടന്റെ കണിയിൽ നിന്നും മാർഗമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചിക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ ചവിട്ടി വധിച്ചാലും യുവസിംഹത്തെയും സർപ്പത്തെയും ചവിട്ടി വധിച്ചാലും നിനക്കൊരനർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥം നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വാദം കല്ലിൽ തട്ടായിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിന്റെയും ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും ചവിട്ടി പിടിക്കും. അവനെ സംരക്ഷിക്കും. അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമെന്നും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംപ്രീതനാക്കും. എന്റെ രക്ഷണം ഞാൻ കാണിച്ചു കൊടുക്കും. ദൈവജനമാണ്. It's like new air for us to breathe.
ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ മകളെ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന ഈ മകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പവിത്രമായ ഈ കൂതാശ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ ഒരു സുദിനമായിരിക്കട്ടെ. ഈ മകൾക്ക് ജീവിത പങ്കാളിയായി അങ്ങ് തിരഞ്ഞെടുത്ത് നൽകിയ ടോണി എന്ന മകളെയും ആ കുടുംബത്തെയും ദൈവത്തിൻ്റെ കരങ്ങളാൽ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സുഖവും ദുഃഖവും തരണം ചെയ്ത് നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആക്കി മാറ്റണമേ. അമ്മയും തിരുകുമാരനും ഔസേപിതാവും ഈ മക്കൾക്കെന്നും കൂട്ടായി ഈ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തീയ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തീയ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തീയ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ സംരക്ഷണം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നതിനും സർവ്വത്തിന് കഴിയുന്നതിനും കർത്താവിനോട് എന്റെ സ്നേഹവും എന്റെ അവിടെ നിന്ന് മാരകമായ മഹാമാരിയും ശിക്ഷിക്കും. തന്റെ കൊണ്ട് അവിടുന്ന് മറച്ചുകൊള്ളും. അവിടുത്തെ സ്ഥലങ്ങളെയും കവിയും നൽകും. അവിടുത്തെ സൃഷ്ടാവ് നിനക്ക് കൗചവും പരിചയമായിരിക്കും. രാത്രിയിലെ നഷ്ടത്തെയും നീ ഭയപ്പെടേണ്ട. മഹാമാരിയെയും നശിക്കുന്നതിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ ഭാഷണേക്കാം. നിന്റെ വലതുവശത്തുള്ളവരായിരിക്കും. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടപ്പെട്ട നിന്നെ നീ കർത്താവിൽ ആശ്രയിച്ചു. മാർഗിച്ചു. നിനക്ക് തിന്മയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സംഭവിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്നെ ദുർനപ്പാട് കൽപ്പിക്കും. നിന്റെ വാഹനങ്ങളിൽ തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ കണ്ണിലൂടെ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടിമതിക്കും. അവൻ സ്നേഹത്തിനോട് ഞാൻ അവനെ രക്ഷിക്കും. അവനെ നാം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരണം. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സുകളിൽ ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഇത്രയും ദയുള്ള മാതാവേ, സഹായത്തോടെ സഹായത്തോടെ
ദിവസത്തിൻ്റെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ജീവനങ്ങളായ ടോണി തോമസ്, എമി മൈക്കിൾ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. വചനം വളരെ വ്യക്തതയോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ 2 ഭവനങ്ങളിൽ നിന്നാണ് ഈ ആലയത്തിലേക്ക് യാത്രായിലേക്ക് കടന്നുവന്നത്. നിങ്ങൾ തിരികെ പോകുന്നത് 2 ഭവനങ്ങളിലേക്കല്ല, മറിച്ച് ഒറ്റ ഭവനത്തിലേക്ക്. അതായത് വചനം വളരെ വ്യക്തതയോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ 2 അല്ല 1 എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു മുദ്രയാണ് എൻ്റെ യാത്രയിൽ നിന്ന് നിങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകപ്പെടുന്നത്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശരീരം ഇനി 2 തരത്തിൽ ചിന്തിക്കാനില്ല. ഞാൻ ഇങ്ങനെയാണെന്ന് പറയാനില്ല, മറിച്ച് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ അറിയുന്നു, മനസ്സിലാക്കുന്നു, അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ മനസ്സമ്മതത്തിൽ തീരുമാനമെടുത്ത് അതിനുശേഷമുള്ള ഓരോ ദിവസങ്ങളും വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ പരിശുദ്ധ അമ്മയെ പോലെ അവർ ഒരുങ്ങിയതുപോലെ നിങ്ങൾ ഒരുക്കത്തോടെയാണ് ഈ കുദാശയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ അതാരോട് ചേർന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. ഞങ്ങൾ ഈ 2 അല്ല 1 ഒറ്റ ശരീരമാണ്. ഈ പ്രതിജ്ഞ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. തിരുസഭയോട് ചേർന്ന്, തിരുസഭയുടെ കൽപ്പനകളോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കും. ഞങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ ഞങ്ങൾ വളർത്തും. ആ വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള വിശ്വാസം നിറഞ്ഞ ഒരു ജീവനങ്ങളാണ് ഞങ്ങളെന്ന് ഈ നിമിഷം ഈ അത്താരികളിൽ പ്രതിനിധികളും. തീർച്ചയായും പരിശുദ്ധമായിരുന്ന ജോൺ പോൾ 2 പാപ്പ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണമാണ്. നിങ്ങൾ ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ആകുലതയുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഭാരമുണ്ട്. ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുക, ഇതെങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ സാധിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ചിന്തകളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ വരാം. എന്നാൽ പരിശുദ്ധനായ വിശുദ്ധനായ ജോൺ പോൾ 2 പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളെ ദൈവം ഈ ഒരു ദൈവബലി നൽകി ഈ അത്താരിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ആശീർവദിച്ച് നിങ്ങൾ ഒറ്റ ശരീരമാണ് എന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അതിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുക്കും എന്ന് വിശുദ്ധനായ ജോൺ പോൾ 2 പാപ്പ പറഞ്ഞിരിക്കുക. ആകുലപ്പെടേണ്ട, ദൈവം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നൽകുന്ന നല്ല വാക്കുകൾ. നിങ്ങൾ ഭാരപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്നോർത്ത് ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടൊക്കെ നിങ്ങൾ ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെടേണ്ട. ദൈവം നിങ്ങളെ സഹായിക്കും എന്ന വലിയ ആശ്വാസ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്ന് ആലയത്തിലായിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിന് ഈ ഒരു ആശംസകൾ നേർന്നുകൊണ്ട് ഈ ബലിയർപ്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥിക്കുക. ആ കൃപ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധിയോടെ അനുതാപത്തിന്റെ കൃപയോടെ നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം നമ്മുടെ പാപങ്ങൾ പൊറുത്ത്
പുരുഷനും സ്ത്രീയും ഒന്നായി തീരാൻ തിരുവുള്ളമായിരുന്നു. വൈവാഹിക ഉടമ്പടിയാൽ ഐക്യപ്പെടേണ്ട അങ്ങേ ദാസർ ടോണിയും എമി ഇവരെ അങ്ങേ സ്നേഹബന്ധത്താൽ ഒന്നാക്കി തീർക്കണമേ. അങ്ങേ സ്നേഹത്തിൽ ഫലമണിയാനുള്ള അനുഗ്രഹം ചൊരിഞ്ഞ് സ്നേഹത്തിന്റെ തന്നെ സാക്ഷികളായി തീരാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നവരെന്ന് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടാമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികളും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് വലിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാക്കി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത ശേഷം അവിടുന്ന് മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് കൊണ്ടുകൊടുത്തു. അവളെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരകിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാഴിയിൽ നിന്ന് വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവൻ മറ്റു ശരീരമായി തീരും. കർത്താവിന്റെ വചനം. ഞാൻ എന്ന് പുകഴ്ത്തും കർത്താവിനെ, ഞാൻ എന്ന് പുകഴ്ത്തും കർത്താവിനെ, ഞാൻ എന്ന് പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിനെ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ ഇത് കേട്ട് ആനന്ദിക്കും.
പ്രിയ സഹോദരരെ, ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അപേക്ഷിക്കുകയും ഉത്തമമായ വാക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈകാലമോ ആണ്. എനിക്ക് പ്രവചനം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാത്തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും ഞാൻ എൻ്റെ ശരീരം ധരിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. കർത്താവിന്റെ വചനം. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് പരീശയർ യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, ശ്രേഷ്ഠനാഥൻ, ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂടാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദൈവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴവരെ ഒരു പ്രത്യേക കൂടാശയാൽ നിങ്ങളെ ധന്യനാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്ത പരസ്പരം വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പരം സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. തോമസ്, ഹെമി മൈക്കൽ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധനാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും
സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാസ്തുകൊണ്ട് നിങ്ങളെ സമ്മതരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് ദൈവമേ, ഈ താലി വിശുദ്ധ പുരുഷന്റെ അടയാളത്ത മുദ്ര വെച്ച് ആശീർവദിക്കുന്നു. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കട്ടെ. ദൈവമേ, പ്രസാദവരത്തിന്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര ചെയ്ത് ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദകരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയാൻ അനുഗ്രഹം നൽകണമേ. ആമേൻ. നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. ഇപ്പോൾ പ്രിയ സഹോദരരെ, സഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥൻ എന്ന വിവാഹബദ്ധരായി ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവുമായി സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകാനും മക്കളെ ചൊല്ലുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചെടുക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകകളായി പ്രശോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ ധന്യമാക്കണമേ. കാഴ്ചയേകിടാം ഈ വേദിയിൽ
ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാൻ കാഴ്ചയേകിടാൻ ഇന്നു പൂർണ്ണമായി നൽകാം കാഴ്ചയേകിടാൻ ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാൻ കാഴ്ചയേകിടാം ഇന്നു പൂർണ്ണമായി നൽകാം കണ്ണീർക്കണങ്ങളാൽ കഴുകിടാം ആമിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമായി കണ്ണീർക്കണങ്ങളാൽ കഴുകിടാം ആമിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമായി. ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര സ്നേഹമായി സ്നേഹകൂടാരമായി എന്നിലലിയാനണയും തമ്പുരാനേ നിൻ സ്നേഹമോർത്താൽ മതി വരുമോ ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര കാരുണ്യമായി അണയുന്ന സ്നേഹമേ ഉദാശയാ അലിയുന്ന ഭോജ്യമേ
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വെളിയുടെ ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിനെ കാരുണ്യമായി പോലെ അനുയാത്ര ചെയ്യണമേ. ആവരണത്താൽ സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്തിലേക്ക് മാനസരാക്കി തീർക്കാനും അങ്ങ് ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. നിത്യപിതാവായ ദൈവം പരസ്പരം സ്നേഹത്തിൽ നിങ്ങളെ ഏകമാനസരാക്കി തീർക്കട്ടെ. നിലനിൽക്കുകയും ചെയ്യുവാനാകട്ടെ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി തീരുകയും അവശരും മാർത്തരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളുടെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവം സ്വാഗതമേകുകയും ചെയ്യുവാനാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആശീർവദിക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ആരും കാണാതൊന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ.
കണ്ണോരം മാറാതെങ്ങും മായാതെ കാണാ കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാ കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ കാണാ കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാ കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ കാണാ കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാ കുയിലേ നീ
വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ മെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ. തേൻ തുള്ളി തൂവും നിമിഷമേ, മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ. മഴപ്പന്തലിന് താഴെ വാ, ഇടനെഞ്ചിലൊരു താളം താ, മനസ്സറിയാ കാലം കണ്ണാടിയായി മുന്നാടി മോഹങ്ങളൊന്നാകെ.
അറിയാതെ മറുപാതിയായ എന്നുള്ളിൽ നീ പടരുന്നു മായാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും പിന്നിലാകെ വാ ഓ
പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാൻ നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ എന്നുയരുമല്ലേ നമ്മളിന പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കുതിരയാതെ കണ്ണുകളും ഒരു ചെറു ചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ തുള്ളി വീണലിഞ്ഞു തനിയേ ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയേ അകമേ പടരും കുളിരും പ്രണയം പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കു
പോകുന്നെൻ തീരമോഹത്തുമ്പാലെ ഇനിയും നിന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പടരും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീയിന്നർത്ഥം കാണാതെ ഇനി നീ എങ്ങെങ്ങും